രാധേ രാധേ. സിന്ധു രാജ്യത്തിലെ രാജാവായിരുന്നു വൃദ്ധക്ഷത്രൻ. അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിക്കുന്നു. പുത്രന് ജയദ്രഥൻ എന്ന് പേരിടുന്നു. അപ്പോ ഒരു സന്യാസിയിൽ നിന്ന് വൃദ്ധക്ഷത്രൻ ഒരു വിവരം അറിയുകയാണ്. ഭാവിയിൽ ഒരു മഹായുദ്ധത്തിൽ ജയദ്രഥൻ പങ്കെടുക്കുമെന്നും ആ യുദ്ധത്തിൽ ജയദ്രഥൻ മരണമടയുമെന്നും അറിയുന്നു. ഇത് കേട്ടിട്ട് അത്യന്തം കോപാകുലനായി തീർന്ന വൃദ്ധക്ഷത്രൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ശാപം ഉരുവിടും. ആര് കാരണമാണോ എന്റെ മകന്റെ തല ഭൂമിയിൽ പതിക്കുന്നത് ആ ആളുടെ ശിരസ് 1000 കഷ്ണങ്ങളായി പൊട്ടിച്ചിതറും എന്നുള്ള ശാപം ഉരുവിടും. അങ്ങനെ ജയദ്രഥൻ വലുതായി ആ സിന്ധു രാജ്യത്തിന്റെ രാജാവായി മാറി. അങ്ങനെ അത് മാത്രമല്ല, കൗരവരുടെ ഏക സോദരി, അതായത് 100 സോദരന്മാരുടെ ഏക സോദരിയായ ദുഷളയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാണ്ഡവരുടെ വനവാസകാലമാണ്. അപ്പോ കാമ്യ വനത്തിലേക്ക് ജയദ്രഥൻ പോവുകയും അവിടെ വെച്ച് സുന്ദരിയായ ദ്രൗപതിയെ കാണുന്നു. ദ്രൗപതിയെ കണ്ടിട്ട് ജയദ്രഥന് കാമമുണർന്നു. എന്നിട്ട് ദ്രൗപതിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നു. അത് മാത്രമല്ല, രഥത്തിൽ കയറ്റി തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു. അപ്പോ അതിനിടയിൽ പാണ്ഡവർ വന്ന് ജയദ്രഥനുമായി അതിഘോരമായ സംഘടന നടക്കുന്നു. എന്നിട്ട് ജയദ്രഥനെ തോൽപ്പിച്ചിട്ട് ജയദ്രഥനെ അപമാനിച്ചു വിടുന്നു. ജയദ്രഥന്റെ തല മുടി പകുതി മുണ്ടനം ചെയ്ത് വിടുന്നു. ഇതിൽ അത്യന്തം അപമാനവും പകയും ഒക്കെ തോന്നിയ ജയദ്രഥൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തപസ് ചെയ്യാൻ തുടങ്ങും, ഇവരോട് പ്രതികാരം വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ ആ തപസ് മഹാദേവനെയാണ് തപസ് ചെയ്യുന്നത്, അതിഘോരമായ തപസ്. ആ തപസ്സിന്റെ ഒടുക്കം മഹാദേവൻ പ്രത്യക്ഷപ്പെടും. അപ്പോ എന്ത് വരമാണ് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ജയദ്രഥൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് പാണ്ഡവരെ തോൽപ്പിക്കാൻ കഴിയണം എന്ന്. അപ്പൊ മഹാദേവൻ പറഞ്ഞു അത് ഒരിക്കലും തരാൻ പറ്റുന്ന ഒരു വരമല്ല എന്ന് പറയുന്നു. പകരം ഒരു ഇളവ് ചെയ്തു കൊടുക്കും. ഒരു പ്രത്യേക ദിവസം നിനക്ക് പാണ്ഡവരിൽ അർജുനനൊഴിച്ച് ബാക്കി 4 പേരെയും നിനക്ക് കീഴടക്കി നിർത്താൻ പറ്റും, അവരെ ജയിച്ചു നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോ അർജുനൻ മറ്റൊരു യുദ്ധത്തിലായിരിക്കും, അതുകൊണ്ട് മാത്രമല്ല ഈ പാണ്ഡവരെ ഒന്നും നിനക്ക് കൊല്ലാനും കഴിയില്ല, അതിനുവേണ്ടി നീ ശ്രമിക്കുകയും ചെയ്യരുത് എന്ന് ശിവൻ പ്രത്യേകം പറയുന്നു. അങ്ങനെ ജയദ്രഥൻ സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകുന്നു. മഹാഭാരത യുദ്ധം നടക്കുന്നു. മഹാഭാരത യുദ്ധത്തിന്റെ 13ാമത്തെ ദിവസം. അപ്പോ അന്നത്തെ ദിവസം അർജുനന്റെ പുത്രനായ അഭിമന്യു യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. അപ്പോ ആ യുദ്ധത്തിൽ അന്നത്തെ ദിവസം കൗരവരുടെ വ്യൂഹം ചമച്ചത് ദ്രോണാചാര്യരാണ്. അപ്പോ ആ പത്മവ്യൂഹത്തിലേക്ക് അഭിമന്യു സ്വയം ഇറങ്ങുന്നു. അഭിമന്യുവിന് തിരിച്ച് ഇറങ്ങാൻ അറിയില്ല. അപ്പോൾ പാണ്ഡവരോട് അത് പറയുന്നു, പാണ്ഡവർ സംരക്ഷിക്കാം എന്നും പറയുന്നു. പക്ഷെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അന്ന് ആണ് ആ ശിവഭഗവാൻ കൊടുത്ത വരം ജയദ്രഥന് നടക്കുന്നത്. അപ്പോ പാണ്ഡവർ എല്ലാവരും കൂടി, അർജുനനൊഴിച്ച് ബാക്കി എല്ലാവരും കൂടി അഭിമന്യുവിനെ രക്ഷപ്പെടുത്താനായി തിരിച്ചിറങ്ങാനായി സഹായിക്കാൻ നോക്കും. അപ്പോ ജയദ്രഥനാണ് അവരെയൊക്കെ തോൽപ്പിച്ചു നിർത്തുന്നത്. അപ്പോ അഭിമന്യുന് ഒരു തരത്തിലും പുറത്തു കടക്കാൻ കഴിയുന്നില്ല. ആ 16 വയസ്സുകാരനായ ബാലനെ ഇവരെല്ലാം മഹാരഥികളെല്ലാവരും കൂടി കൊല്ലുന്നു എന്ന് തന്നെ പറയാം. അപ്പോ അഭിമന്യുവിന്റെ മരണം, അർജുനൻ അപ്പോൾ മറ്റൊരു യുദ്ധത്തിലായിരുന്നു, അർജുനൻ അറിയുന്ന പോലുമില്ല. പിന്നെയാണ് അർജുനൻ അഭിമന്യുവിന്റെ മരണം അറിയുന്നത്. അതറിഞ്ഞ അർജുനൻ തകർന്നു പോകുന്നു. 16 വയസ്സുള്ള തന്റെ മകനെ എല്ലാവരും കൂടി അറുങ്കുല ചെയ്ത വിവരം അറിഞ്ഞിട്ട്. അപ്പൊ അർജുനൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രതിജ്ഞ എടുക്കും. നാളത്തെ ദിവസം ഞാൻ എന്തായാലും സൂര്യാസ്തമയത്തിന് മുൻപ് ജയദ്രഥനെ വധിക്കും. ഇനി ഒരുപക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യും എന്ന് അർജുനൻ ഒരു ശപഥമെടുക്കും. ഈ ശപഥം അറിഞ്ഞ് കൗരവരെല്ലാവരും ഞെട്ടും. പ്രത്യേകിച്ച് ദുര്യോധനും, അത് മാത്രമല്ല ജയദ്രഥനും. എങ്ങനെയെങ്കിലും ജയദ്രഥനെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ അവരെത്തും. അങ്ങനെ 14ാം ദിവസം എത്തും. അപ്പോ അന്നത്തെ ദിവസം ജയദ്രഥനെ അവർ ഒളിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ജയദ്രഥനെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് യുദ്ധത്തിൽ ബാക്കി എല്ലാവരും നിൽക്കും. അപ്പോ അർജുനനും കൃഷ്ണനും കൂടി, അർജുനന്റെ സാരഥിയാണല്ലോ കൃഷ്ണൻ, എല്ലായിടവും ജയദ്രഥനെ തിരഞ്ഞു നടന്നിട്ടും എങ്ങും കാണുന്നില്ല. ഒടുക്കം സൂര്യൻ അസ്തമിക്കാറായി. അപ്പൊ അർജുനൻ കൃഷ്ണനോട് പറയുന്നു, എന്റെ ശപഥം നിറവേറ്റാനുള്ള സമയമാകുന്നു, സൂര്യാസ്തമനമാകുന്നു, എനിക്ക് അഗ്നിപ്രവേശം ചെയ്യേണ്ടി വരും എന്ന് അർജുനൻ കൃഷ്ണനോട് പറയുന്നു. ഇത് കേട്ടിട്ട് കൃഷ്ണൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്റെ സുദർശന ചക്രം കൊണ്ട് സൂര്യനെ ഒന്ന് മറയ്ക്കും. അപ്പൊ ആ മായാപ്രയോഗം കൊണ്ട് എല്ലാവരും വിചാരിക്കും സൂര്യൻ യഥാർത്ഥത്തിൽ അസ്തമിച്ചെന്ന്. ഇത് കണ്ടിട്ട് ജയദ്രഥന് വളരെ സന്തോഷമാവും. ജയദ്രഥൻ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വരും. ഇത് കണ്ടിട്ട് കൃഷ്ണൻ അർജുനോട് പറയും, ഇതാണ് യഥാർത്ഥ സമയം എന്ന് പറഞ്ഞിട്ട് സുദർശന ചക്രം മാറ്റും. അപ്പൊ സൂര്യൻ വീണ്ടും തെളിയും. അപ്പോഴേക്കും അർജുനൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്റെ കയ്യിലുള്ള ദിവ്യാസ്ത്രം എടുത്ത്
ജയദ്രഥനെ അമ്പയക്കും. അപ്പോൾ ആ അസ്ത്രത്തിൽ ജയദ്രഥന്റെ തലയറ്റ്, അപ്പോൾ അതൊരിക്കലും ഭൂമിയിൽ വീഴാൻ പറ്റില്ല എന്നുള്ള ആ ശാപത്തിന്റെ കാര്യം അർജുനനും അറിയാം. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ അസ്ത്രം അയക്കുമ്പോൾ ആ ജയദ്രഥന്റെ തല ഭൂമിയിൽ വീഴാതെ ബാക്കി ഒരുപാട് അമ്പുകൾ കൊണ്ട് അതിനെ താങ്ങി നിർത്തും. എന്നിട്ട് അത് ആ തല ഭൂമിയിൽ പതിക്കാതെ അത് പോയി ദൂരെ ഒരിടത്ത് തപസ് ചെയ്തുകൊണ്ടിരുന്ന വൃദ്ധക്ഷത്രന്റെ അച്ഛനായ വൃദ്ധക്ഷത്രന്റെ മടിയിലാണ് അത് വന്ന് വീഴുന്നത്. അപ്പോൾ വൃദ്ധക്ഷത്രൻ ഏതോ ഒരു തപസ്സിലായിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ തൻ്റെ മടിയിൽ ഏതോ തല വന്ന് വീഴുന്നു. അപ്പോൾ ആ ഒരു അതിശയത്തിന്റെ പുറത്ത് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്ന പോലെ ആ അതിശയത്തിന്റെ പുറത്ത് അയാൾ അത് തട്ടിയിടുന്നു. അപ്പോൾ അത് ഭൂമിയിലേക്ക് പതിക്കുന്നു. അപ്പോൾ ആ ശാപം അയാൾക്ക് തന്നെ വിനയായിത്തീരുന്നു. ആര് കാരണമാണോ തൻ്റെ മകന്റെ ആ ശിരസ് ഭൂമിയിൽ പതിക്കുന്നത് അയാളുടെ തല 100 കഷ്ണങ്ങളായി പൊട്ടിച്ചിതറും എന്നുള്ള ശാപം അയാൾക്ക് തന്നെ വിനയായി മാറുന്നു. ആ സമയം തന്നെ വൃദ്ധക്ഷത്രൻ എന്നുള്ള ആ പിതാവിന്റെ ശിരസ് 100 കഷ്ണങ്ങളായി പൊട്ടിച്ചിതറുന്നു. അപ്പോൾ അച്ഛന്റെയും മകന്റെയും മരണം ഒരുമിച്ച് തന്നെ സംഭവിക്കുന്നു.